ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഓടക്കുഴലാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുവാണല്ലോ. അപ്പം നമ്മുടെ കണ്ണന്മാർക്കൊക്കെ ഓടക്കുഴലൊക്കെ വേണമല്ലോ അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ഓടക്കുഴൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരെ ഓടക്കുഴൽ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാവേ. അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്തള്ള ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പേപ്പർ എടുത്ത് ഈ ഒരു രീതിക്ക് ചുരുട്ടിയെടുത്താലും മതി. പിന്നെ വേണ്ടത് നമ്മളിവിടെ ലേസാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറ് കുറച്ച് വീതിയിലുള്ള ലേസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് കോണിപ്പായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ നേരെ വെച്ച് കൊടുക്കരുത്. കുറച്ച് മുന്നോട്ട് ലേസ് കയറ്റി വെച്ചിട്ട് ഒരു കോൺ പോലെ ആദ്യമേ ഇങ്ങനെ വെച്ച് കൊടുത്ത് എടുക്കുക. എന്നിട്ട് വേണ്ട അതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വിടുക. എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ നേരെ കറക്കി വിടാതെ കൊണ്ട് ഈ ഒരു രീതിക്ക് ക്രോസ് ആയിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ അടിഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളിത് ഈ ഒരു രീതിക്ക് തന്നെ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. നേരെ കട്ട് ചെയ്തതും കൊണ്ട് ഒരു ക്രോസ് പോണക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട അതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഇവിടെയും കൂടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനെ നമുക്കിങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ യെല്ലോ കളർ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ടേ നമുക്ക് ഇതിലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. നമുക്ക് എത്ര ഭാഗത്താണോ വേണ്ടത് അത്ര ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് വേണ്ട അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണ്ട അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വൂളൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ട് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി വേണ്ടേ നമ്മളിവിടെ കുറച്ച് സിൽവർ കളറിലെ പേളാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട ആ യെല്ലോ കളർ വൂളൻ ത്രെഡിൽ നിന്ന് നമ്മൾ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നീളത്തിൽ വേണ്ട. എന്നിട്ട് വേണ്ട അതിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് ഇതുപോണക്ക് കെട്ടിട്ട് കൊടുക്കാം. അതായത് ആ പേള് കയറ്റി എടുക്കുമ്പോഴത്തേനും ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കെട്ടിട്ട് കൊടുക്കുക. അടിഭാഗം ഒത്തിരി നീണ്ടു നിൽക്കരുത്. എന്നിട്ട് വേണ്ട അതിനെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് 5 എണ്ണം, ഒരെണ്ണത്തിൽ 4 എണ്ണം, ഒരെണ്ണത്തിൽ 3 എണ്ണം. ഈ ഒരു രീതിക്കാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലായിരുന്നേ. എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് കറണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ വെട്ടത്തിലാണ് നമ്മൾ ബാക്കി എടുത്തത്. അപ്പം വേണ്ട കുറച്ച് പ്രാണികളൊക്കെ അങ്ങനെ പറന്ന് നടപ്പുണ്ട്. അപ്പം വേണ്ട ഈ 3 എണ്ണം നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് വേണ്ട അതിനെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. കെട്ടി വലിക്കരുത്. ഇങ്ങനെ ഒരു ഹോള് പോണക്ക് കെട്ടിട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി അതിനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഈ കുഴലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ കെട്ടിക്കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഊരിപ്പോകാതിരിക്കാൻ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. വേണ്ട നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ
അപ്പുറത്തെ ആ സൈഡിലെ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇല്ലെങ്കിൽ അവിടെ ബാക്കി കിടക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ട നമ്മൾ ഗോൾഡൻ കളറിലെ ത്രെഡാണ് ഇവിടെ ഒരു നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഗം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് വേണ്ട ഈ ഒരു ഭാഗത്തായിട്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഈ ഒരു രീതിക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പം വേണ്ട ഈ അവസാനം വരുമ്പോഴും ഗം അപ്ലൈ ചെയ്തിട്ട് അറ്റം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മുടെ ഓടക്കുഴൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ലൊരു ഭംഗിയും തരുന്നൊരു ഓടക്കുഴലാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ.